നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ ക്രോമിൽ ഒരുപാട് സെറ്റിങ്സുകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അധികം ആളുകളും പരിചയപ്പെടുത്താത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സെറ്റിങ്സാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളത് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഗൂഗിൾ ക്രോമിനകത്തുള്ള സെറ്റിങ്സ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ ഓരോ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാറുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ്. എന്നാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് ഒരു മെയിൽ ഐ ഡി കണക്റ്റ് ആയിരിക്കും. നമ്മുടെ ഫോണിനകത്ത് 3 4 ഒക്കെ മെയിൽ ഐ ഡി ഉണ്ടാകും. എന്നാൽ ഒരു മെയിൽ ഐ ഡി മാത്രമേ ഗൂഗിൾ ക്രോമിനകത്ത് കണക്റ്റ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോഴും ആ ഒരു മെയിൽ ഐ ഡി ബേസ് ചെയ്തിട്ടായിരിക്കും സെർച്ചിങ് നടക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററിയൊക്കെ ആ മെയിൽ ഐ ഡിയിലാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ ക്രോമിനകത്തുള്ള മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. പല ആളുകളത് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മെയിൽ ഐ ഡി നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ഏതാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും. ആ മെയിൽ ഐ ഡി നിങ്ങളുടെ പ്രൊഫൈൽ ഈ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന മധ്യഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇനി അത് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമ്മുടെ മെയിൽ ഐ ഡി ഏതാണോ ഗൂഗിൾ ക്രോമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി ഇത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിളിലൂടെ എന്ത് കാര്യം സെർച്ച് ചെയ്യുമ്പോഴും ഈ മെയിൽ ഐ ഡി നിങ്ങൾ മുകളിൽ കാണുന്ന ഈ മെയിൽ ഐ ഡി ബേസ് ചെയ്തിട്ടായിരിക്കും സെർച്ചിങ് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിനകത്ത് പെട്ടെന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പല ആളുകളും ചോദിക്കാനുള്ള കാരണം അതാണ്, ഗൂഗിൾ ക്രോമിനകത്തുള്ള മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുകയെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മെയിൽ ഐ ഡിക്കകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരാം. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള മെയിൽ ഐ ഡി ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇത് ഗൂഗിൾ ക്രോമിൽ നിന്ന് മാത്രമാണ് നിങ്ങളുടെ മെയിൽ ഐ ഡി സൈൻ ഔട്ട് ആകുക. പല ആളുകളും ഇത് സൈൻ ഔട്ട് കാണുമ്പോൾ പേടിക്കും. ഇത് സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ആയി പോവോ എന്നൊക്കെ പേടിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് നിങ്ങളുടെ മെയിൽ ഐ ഡി പോകില്ല, അത് ഫോണിനകത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിനകത്ത് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് സൈൻ ഔട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും മുകളിലിട്ട് വരിക. ഇവിടെ കാണാം സൈൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ ഒരു മെയിൽ ഐ ഡി ആയിരുന്നു കണ്ടിരുന്നത്, ഇപ്പോൾ ഇവിടെ സൈൻ എന്നാണ് കാണുന്നത്. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ കാണാം നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിനകത്തുള്ള ഇവിടെ അവസാനം കാണുന്ന ഈ താഴെ ഭാഗത്തേക്കുള്ള ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ മെയിൽ ഐ ഡിയും കാണും. നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡി ആണോ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിനകത്ത് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതെങ്കിൽ ആ മെയിൽ ഐ ഡി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാം ഞാൻ വീണ്ടും അതേ മെയിൽ ഐ ഡി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ആവശ്യമുള്ളത് ഈ മെയിൽ ഐ ഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിൽ ഐ ഡി അതാണെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിനകത്തുള്ള മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ ഇതുപോലെ സാധിക്കും. വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.